Good morning. So, welcome to our new auditing class, that is module 2, audit procedure and vouching. Audit procedure and vouching. What do you mean by vouching? Vouching is an audit technical term. It means a careful examination of the original documentary evidence such as invoice, receipt statements, correspondence minutes, contracts, with a view to prove the accuracy and the authenticity of the entries in the books of account. And it is done with a view to ascertain as far as possible that no transaction has been omitted from books. So, thus vouching refers to the substantiate and entry in the books of accounts with documentary evidence. Okay, it is also means the careful examination of the original evidence of transaction in order to verify the truth of the transaction. വളരെ വ്യക്തമായിട്ട് കെയർഫുൾ ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഒറിജിനൽ എവിഡൻസ് അല്ലെങ്കിൽ ഒറിജിനൽ ട്രാൻസാക്ഷൻ നമ്മൾ ശ്രദ്ധിച്ച് വെരിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ വൗച്ചിങ് എന്ന് പറയുന്നത്. ദെൻ ഇമ്പോർട്ടൻസ്. Vouching is the very important and it is the backbone of the auditing. And it is the essence of auditing because testing the truth of items is very essential in auditing. So it should verify the financial data and non-financial data and to satisfy himself that the transaction pertain to the business it is properly authorized that it pertains to the period under audit. ഒരു ഓഡിറ്റർ ഫിനാൻഷ്യൽ ഡാറ്റയും നോൺ ഫിനാൻഷ്യൽ ഡാറ്റയും ഒക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹി സാറ്റിസ്ഫൈ ഹിംസെൽഫ് ദാറ്റ് ട്രാൻസാക്ഷൻ പെർട്ടൈൻ ടു ദ ബിസിനസ് പ്രോപ്പർലി ഓതറൈസ്. അതുകൊണ്ട് തന്നെ അത് പ്രോപ്പർലി ഓതറൈസ്ഡ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഡെഫിനിഷൻ. വലിയൊരു ഡെഫിനിഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. രണ്ട് ഡെഫിനിഷനും അത്യാവശ്യം വലുപ്പമുണ്ട്. ഒരെണ്ണം ഞാൻ വായിക്കാം. അക്കോർഡിംഗ് ടു FRM D. Paul defines, vouching does not mean merely the inspection of receipts with cash book, but includes the examination of receipts with the transaction of the business together with documentary and other evidences of sufficient validity to satisfy an auditor that such transactions are in order, have been properly authorized and are correctly recorded in the books. കുറച്ച് വലിയൊരു ഡെഫിനിഷനാണ് അല്ലേ. ആരാണ്? അക്കോർഡിംഗ് ടു FRM D. Paul defines. എന്താ പറയുന്നത്? വൗച്ചിങ് എന്ന് പറഞ്ഞാൽ മിയർലി ദ ഇൻസ്പെക്ഷൻ ഒരിക്കലൊരു വെറിയൊരു ഇൻസ്പെക്ഷൻ അല്ല റെസിപ്റ്റ്സിൻ്റെ വിത്ത് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ റെസിപ്റ്റ്സിൻ്റെ ഒരു ചെറിയൊരു ഇൻസ്പെക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇൻക്ലൂഡ്സ്, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ദ എക്സാമിനേഷൻ ഓഫ് റെസിപ്റ്റ്സിൻ്റെ എക്സാമിനേഷൻ വിത്ത് ദ ട്രാൻസാക്ഷൻ ഓഫ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ്റെ കൂടെ ടുഗദർ വിത്ത് ഡോക്യുമെൻ്ററി ആൻഡ് അതർ എവിഡൻസസ്. ഏതൊക്കെ കൂടെ? ഡോക്യുമെൻ്ററി എവിഡൻസും അതല്ലെങ്കിൽ അതർ എവിഡൻസൊക്കെ കൂടെ. ടു സാറ്റിസ്ഫൈ എൻ ഓഡിറ്റർ ദാറ്റ് സച്ച് ട്രാൻസാക്ഷൻസ് ആർ ഇൻ ഓർഡർ. ഓഡിറ്റർക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കുക എങ്ങനെ? ഇൻ ഓർഡർ, ഹാവ് ബീൻ പ്രോപ്പർലി ഓതറൈസ്ഡ് ആൻഡ് ആർ കറക്റ്റ്ലി റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. പ്രോപ്പർലി ഓർഡേഡ് ആണ്, അത് റെക്കോർഡ് ചെയ്തത് കറക്റ്റ് ആണെന്ന് ഓതറൈസ് ചെയ്യിക്കുക ആണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് വൗച്ചിങ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ടു എൻഷുർ ദ ട്രാൻസാക്ഷൻസ് പെർട്ടൈൻ ടു ദ ബിസിനസ് ഓൺലി. ദെൻ ഇറ്റ് പെർട്ടൈൻസ് ടു ദ ഇയർ അണ്ടർ ഓഡിറ്റ്. ഓഡിറ്റിലാണ് ഇത് വരുന്നത്. ആൻഡ് ദ ട്രാൻസാക്ഷൻസ് ആർ പ്രോപ്പർലി ഓതറൈസ്ഡ് ആൻഡ് ജെന്യൂൻ. ട്രാൻസാക്ഷൻ എപ്പോഴും പ്രോപ്പർലി ജെന്യൂൻ ആയിരിക്കണം. ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് എറർ. ഡിറ്റക്ഷൻ പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് എറർ നമ്മൾ ചെയ്തിരിക്കണം. നോ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ ഒമിറ്റഡ് ഇൻ ദ ബുക്സ്. ബുക്സ് ഓഫ് അക്കൗണ്ടിലെ ഒരു ട്രാൻസാക്ഷൻസും ഒമിറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദാറ്റ് ഈസ് വൗച്ചിങ്. ദെൻ നെക്സ്റ്റ് വൗച്ചേഴ്സ്. എന്താണ് വൗച്ചർ എന്ന് പറഞ്ഞാൽ? വൗച്ചർ ഈസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. നമ്മളുടെ വൗച്ചർ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ട്രാൻസാക്ഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കൺസിസ്റ്റ് ഓഫ് റെസിപ്റ്റ്സ്, ഇൻവോയ്സ്, ബിൽസ്, ബോട്ട്, നോട്ട് സോൾഡ് നോട്ട്സ്, മിനിറ്റ്സ്, കോൺട്രാക്ട് എക്സെട്ര. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? വൗച്ചേഴ്സിൽ വരുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ്. വൗച്ചേഴ്സിനെ പ്രധാനമായിട്ടും ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള രണ്ട് രീതിയിലാണ്. ദാറ്റ് ഈസ് പ്രൈമറി വൗച്ചേഴ്സ് ആൻഡ് സെക്കൻഡറി ഓർ കൊളാട്രൽ വൗച്ചേഴ്സ്. പ്രൈമറി വൗച്ചേഴ്സ് ഓർ സെക്കൻഡറി ഓർ കൊളാട്രൽ വൗച്ചേഴ്സ്. അതിന് രണ്ട് രീതിയിലാണ് വൗച്ചറിനെ പറഞ്ഞുള്ളത്. ഇപ്പോൾ പ്രൈമറി വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ഒറിജിനൽ വൗച്ചേഴ്സ്. എക്സാമ്പിൾ ക്യാഷ് മെമ്മോ, പെയിൻ സ്ലിപ്പ്, ഇൻവോയ്സ്, അതൊക്കെ നമുക്ക് എന്ത് വരാം? പ്രൈമറി വൗച്ചേഴ്സിൽ വരാം. സോ ദ സെക്കൻഡ്
or collateral vouchers എന്ന് പറഞ്ഞാൽ when the original voucher is not available or the copy of the original evidence are produced in support of subsidiary evidences are also produced for the purpose of audit so as to remove suspicions and to satisfy the audit. Okay. While examining the vouchers, the following points must be paid attention. ഓക്കെ, കുറച്ച് പോയിൻറ്റ്സുകൾ പറയുന്നുണ്ട്. ആ പോയിൻറ്റ്സുകളിൽ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. 10-20 പോയിൻറ്റ്സ് ഉണ്ട്, അത് 22 പോയിൻ്റ് ഉണ്ട്, അതെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ ഓക്കെ ഫസ്റ്റ് വൺ, all the vouchers are consecutively numbered and arranged serially and files in the order of entries in the books of accounts. എല്ലാ വൗച്ചേഴ്സും കോൺസിക്യൂട്ടീവ്ലി ആയിട്ട് നമ്പർ ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയൽഡ് ഇൻ ദ ഓർഡർ ഓഫ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ടിലെ എൻട്രീസും ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കും. ദെൻ നെക്സ്റ്റ് പറയുന്നു, ഹി ഷുഡ് എക്സാമിനിങ് ദ ഡേറ്റ് ഓഫ് ദ വൗച്ചേഴ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദ വൗച്ചേഴ്സ് റിലേറ്റ് ദ പീരീഡ് അണ്ടർ ഓഡിറ്റ്. അതായത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, വൗച്ചറിന് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ പ്രൊവൈഡ് ചെയ്യുക, എന്നിട്ട് ഉറപ്പ് വരുത്തുക വൗച്ചേഴ്സ് റിലേറ്റ് ദ പീരീഡ് അണ്ടർ ഓഡിറ്റ്. ഈ വൗച്ചർ ഈ ഒരു പീരീഡിൽ, ഓഡിറ്റിൻ്റെ ഈ ഒരു പീരീഡിലുള്ളത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് ദ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബെയർ ദ സെയിം നമ്പർ ആസ് ഗിവൺ ഇൻ ദ വൗച്ചർ. ഓഡിറ്റർ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ എൻട്രീസും, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ പറയുന്ന എല്ലാ എൻട്രീസും അതുപോലെ തന്നെയാണോ സെയിം ഈ വൗച്ചറിൽ കൊടുത്തിട്ടുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഹി ഷുഡ് സീ ദാറ്റ് ദ ഇൻഫർമേഷൻ ഇൻ ദ വൗച്ചർ ഈസ് ഫുള്ളി സെൽഫ് എക്സ്പ്ലനേറ്ററി. ഒരു വൗച്ചറിൽ ഉള്ള ഡീറ്റെയിൽസ് കണ്ടാൽ തന്നെ എന്തൊക്കെ കാര്യമാണെന്ന് അറിയാൻ പറ്റും. ഫുൾ എക്സ്പ്ലനേറ്ററി ആണ്. ഹി ഷുഡ് സീ ദാറ്റ് ദ വൗച്ചർ ഈസ് റിലേറ്റഡ് ടു ദ ബിസിനസ് ഇൻ ദ നെയിം ഓഫ് ദ ഫേം. ഫേമിനാണെങ്കിൽ ഫേമിൻ്റെ നെയിം. ഹി ഷുഡ് ആക്സെപ്റ്റ് എനി ഓഫ് ദോസ് വൗച്ചേഴ്സ് വിച്ച് ആർ പ്രിൻറ്റഡ് ഫോം. പ്രിൻറ്റഡ് ഫോമിലുള്ള വൗച്ചർ ഫോമുകൾ പ്രിഫർ ചെയ്യുന്നു. ഹി ഷുഡ് സീ ദാറ്റ് ഈച്ച് വൗച്ചർ ഈസ് ഒറിജിനേറ്റഡ് ആസ് ഇറ്റ്സ് ഫേസ് പോലെ വൗച്ചർ ഒറിജിനൽ ആസ് ഇറ്റ്സ് ഫേസ് വാല്യൂ ആണ്. അതായത് അതിൻ്റെ ഫേസ് വാല്യൂക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗിക്ക് അനുസരിച്ച് അത് ഒറിജിനൽ തന്നെയാണെന്ന് പറയുന്നത്. ഹി ഷുഡ് സീ ദാറ്റ് എവറി വൗച്ചർ ഇഫ് ദ റിസിപ്റ്റ്സ് ഫോർ ക്യാഷ് പേയ്മെൻറ്റ് ഫോർ ഓവർ ₹5,000 ഇറ്റ് മസ്റ്റ് ബിയർ എ റവന്യൂ സ്റ്റാമ്പ് ഓഫ് ₹1. 5,000 മേലെയുള്ള അക്കൗണ്ട്സിനാണെങ്കിൽ ഒരു റവന്യൂ സ്റ്റാമ്പ് നമ്മൾ കരുതണം. സോ he should see that every voucher is passed as in the order of a by a responsible official. അതായത് എവറി വൗച്ചർ ഈസ് പാസ്ഡ് ആസ് ഇൻ ദ ഓർഡർ ബൈ റെസ്പോൺസിബിൾ ഒഫീഷ്യലിന് നമ്മൾ ഈ ഓരോ വൗച്ചറും കൊടുക്കാം. ദെൻ നെക്സ്റ്റ്, ചെക്ക്ഡ് വൗച്ചർ ഷുഡ് ബി ക്യാൻസൽഡ് ബൈ എ സ്റ്റാമ്പ് സീൽ ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം പ്രൊഡ്യൂസിങ് അഗെയിൻ. ചെക്ക്ഡ് വൗച്ചേഴ്സ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു സീലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സൈൻ റിമാർക്ക് ചെയ്ത് വയ്ക്കാം. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ചെക്ക്ഡ് വൗച്ചേഴ്സ് ഷുഡ് ബി ക്യാൻസൽ എ സ്റ്റാമ്പ് സീൽ. ഇപ്പോൾ പ്രൊഡ്യൂസിങ് അഗൈന് നമ്മൾ ഇടയ്ക്ക് ഒന്ന് വന്ന് കണ്ടത് എന്താ വെച്ചാൽ വൗച്ചേഴ്സ് ചെക്ക് ചെയ്യുക, ഷുഡ് ബി ക്യാൻസൽഡ് ബൈ എ സ്റ്റാമ്പ്. ഒരു സ്റ്റാമ്പ് വെച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. ദെൻ ഹി ഷുഡ് സീ ദാറ്റ് ദ എമൗണ്ട് ഓഫ് ദ വൗച്ചർ ഈസ് റിട്ടേൺ ബോത്ത് ഇൻ വേർഡ്സ് ആൻഡ് ഫിഗേഴ്സ്. വൗച്ചറിൽ ഉണ്ടാകുന്ന എമൗണ്ടുകൾ ഫിഗേഴ്സിലായാലും അതുപോലെ തന്നെ വേർഡ്സിലായാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദ ഓഡിറ്റർ ഷുഡ് നോട്ട് ആക്സെപ്റ്റ് എനി വൗച്ചർ വിച്ച് ഹാസ് ഓവർ റൈറ്റിംഗ് ഓർ എൻഷുർ. ഓവർ റൈറ്റിംഗ് വന്നിട്ടുള്ള വൗച്ചർ ഒരിക്കലും ഒരു ഓഡിറ്റർ കീപ്പ് ചെയ്യില്ല. ആൻഡ് ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് എനി ആൾട്രേഷൻ മെയ്ഡ് ഇൻ എ വൗച്ചർ ഈസ് പ്രോപ്പർലി അസൈൻഡ് ബൈ എ മേക്കർ. അപ്പം മേക്കറിൻ്റെ പ്രോപ്പർലി അസൈൻമെൻറ്റ് കൂടാതെയാണ് ഇത് ചെയ്തതെന്ന് ഒരു ഓഡിറ്റർക്ക് ആണെങ്കിൽ സംശയിക്കാം. അങ്ങനെയാണെങ്കിൽ അതവിടെ വെച്ച് നിർത്തും. ഓക്കെ, if duplicate voucher for admission one is produced, it should be properly scrutinized to avoid fraud. Fraud avoid ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്തുള്ളതാണ് ഈ വൗച്ചർ ഫോർമാറ്റ് എന്ന് പറയുന്നത്. Then receipted invoice should not be accepted as vouchers as there is a danger of double payment. അപ്പോൾ നമുക്ക് റെസിപ്റ്റഡ് ഇൻവോയ്സ് ഷുഡ് നോട്ട് ബി ആക്സെപ്റ്റഡ്. നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ പേയ്മെൻറ്റിനുള്ള ചാൻസ് കൂടുതലാണ്. നോട്ട് should be made of any item which requires further information evidence which is obtained from minute. ഓക്കെ, ഇപ്പോൾ ഫർദർ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കവിടെ പറയാം. ആൻഡ് ദ വൗച്ചർ പെർട്ടൈനിങ് ടു പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ് റേറ്റ് ആൻഡ് ടാക്സ്. ആ ഒരു അവസരത്തിലുള്ള റെൻറ്റ് റേറ്റ്, ടാക്സ്, ഇൻഷുറൻസ്, ദ
the auditor should note the period for which payment has made. If any payment is made, proper adjustment is called, proper adjustment should be made. Then next, as far as possible, the auditor should complete the work relating to a particular period in one time. And the last one is, the auditor should not take the help of any client's staff for vouching the entries. അതായത് ഓഡിറ്റർ ഷുഡ് നോട്ട് ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ഒരു ക്ലയൻറ്റ് സ്റ്റാഫിൻ്റെയും ഹെൽപ്പ് തരാൻ പാടില്ല ഫോർ വൗച്ചിങ് ദ എൻട്രീസിന്. ദെൻ നെക്സ്റ്റ്, the auditor should see that the payments and receipts are posted in ledgers as capital and revenue. Capital revenue എന്ന രീതിയിലാണ് ഓഡിറ്റർ അതിനെ കാണുന്നത്. As voucher should constitute a valuable link between the transactions and their entries in the books of accounts. അവരുടെ ട്രാൻസാക്ഷൻസും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഒക്കെ ഒരു വാല്യുബിൾ ലിങ്കായിട്ട് പ്രവർത്തിക്കാനുള്ള കാരണം അതാണ്. ഓക്കെ, ഇത്രയാണ് ഓഡിറ്റിങ്ങിൻ്റെ പിന്നെ ഇമ്പോർട്ടൻസ് പറയാൻ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എടുത്തത് ഒബ്ജക്റ്റീവ്സ്, ടൈപ്സ്, ഓക്കെ, സെക്കൻഡറി ഓർ കൊളാട്രൽ വൗച്ചേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് വൗച്ചർ. എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് വൗച്ചർ. എന്തൊക്കെ എസെൻഷ്യൽസ് ആണ് ഒരു വാലിഡ് വൗച്ചറിന് ഉള്ളത്? അതിൽ ഫസ്റ്റ് വൺ പറയുന്നു ദ അതോറിറ്റി ഓഫ് ദ വൗച്ചർ. വൗച്ചറിൻ്റെ അതോറിറ്റി നമുക്ക് ഒരു വാലിഡ് വൗച്ചറിന് പ്രോപ്പറായിട്ട് വേണം. ദെൻ ഓതൻറ്റിസിറ്റി ഓഫ് എ ട്രാൻസാക്ഷൻ. ഓക്കെ, ദെൻ ദ ജെന്യൂനെസ് ഓഫ് ദ വൗച്ചർ. വൗച്ചറിൻ്റെ ജെന്യൂനെസ്. Then the proper classification of accounts into capital and revenue. Then accuracy and correctness of the voucher. Then if a payment exceeds ₹5,000, it should bear a revenue stamp of rupee. ഈ 6 കാര്യങ്ങളും ഒരു വാലിഡ് ആയിട്ടുള്ള വൗച്ചറിൽ ഉണ്ടായിരിക്കണം. ഒന്ന് അതോറിറ്റി, 2 ഓതൻറ്റിസിറ്റി, 1 ജെന്യൂനെസ്, പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ, ആക്യുറസി ആൻഡ് കറക്റ്റ്നെസ്. അതുപോലെ തന്നെ 500 രൂപ കൂടുതലുണ്ടെങ്കിൽ ഒരു റവന്യൂ സ്റ്റാമ്പ് നമ്മൾ പതിച്ച് ഇരിക്കണം. ഇത്രയാണ് വൗച്ചിങ്ങിൻ്റെ കാര്യങ്ങളിൽ പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇത്രയാണ് വൗച്ചിങ്ങിൽ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. ഇതിൽ ഇനി നെക്സ്റ്റ് ചെറിയൊരു ടോപ്പിക്കാണ് എക്സാമിനേഷൻ ഓഫ് വൗച്ചിങ്. എന്താണ് വൗച്ചിങ്ങിൻ്റെ എക്സാമിനേഷനിൽ പറയുന്നത്? അതായത് വൗച്ചിങ് ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റെക്കോർഡിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മേഖലയാണ്. ഇന്ത്യയിലെ എററുകളും ഫ്രോഡുകളൊക്കെ കമ്മിറ്റ് ചെയ്യുന്നതും ഈ ക്യാഷ് റെസിപ്റ്റ് വെച്ചിട്ടാണ്. അതുപോലെ ചെക്കിംഗ് ഓഫ് ക്യാഷ് റെസിപ്റ്റ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ് വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ജെന്യൂനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. വൗച്ചിങ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ്, അതായത് ക്യാഷ് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വൗച്ചിങ്സ് ഉണ്ട്. അതായത് ദ ഫോളോയിങ് പോയിൻറ്റ്സ് ഷുഡ് ബി നോട്ടഡ് ഇൻ വൗച്ചിങ് ക്യാഷ് ട്രാൻസാക്ഷൻസ്. ഫസ്റ്റ് വൺ, സ്റ്റഡി ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഇൻ ഓപ്പറേഷൻ. അതായത് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം വളരെ വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റഡി ചെയ്യണം. ദെൻ സെക്കൻഡ്, എക്സാമിൻ ദ ടെസ്റ്റ് ചെക്കിങ്. എക്സാമിൻ ദ ടെസ്റ്റ് ചെക്കിങ്. ടെസ്റ്റ് ചെക്കിങ് എന്ന മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എക്സാമിൻ ചെയ്യാം. ദെൻ തേർഡ് വൺ, കമ്പയർ ക്യാഷ് ആൻഡ് റഫ് ക്യാഷ് ബുക്ക്. ഒറിജിനൽ ക്യാഷ് ബുക്കും റഫ് ക്യാഷ് ബുക്കും തമ്മിൽ ഒന്ന് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ടു ഡിറ്റക്ട് എനി ഇറഗുലറായിട്ട് എന്തെങ്കിലും എററുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ക്യാഷ് ബുക്ക് ഉണ്ടാക്കുന്ന നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റും കൂടി ഉണ്ടാക്കും. അതിൽ പറയുന്നത് എന്തൊക്കെയാണ് ഇറഗുലാരിറ്റിയിൽ വരുന്നത്. ഹി ഷുഡ് സ്റ്റഡി ദ മെത്തേഡ് ഓഫ് ഡെപ്പോസിറ്റിംഗ് ഡെയിലി ക്യാഷ് റെസിപ്റ്റ്. ഡെയിലി ക്യാഷ് റെസിപ്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ആൻഡ് ദ ഓഡിറ്റർ ഷുഡ് പ്രിപ്പയർ എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഓഡിറ്ററോട് ആദ്യം തന്നെ ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറയണം.
Then the auditor should verify the cash in hand by actual counting and see whether it agrees with the cash book balance. നമ്മൾ ഓഡിറ്റ് നടക്കുമ്പോൾ ക്യാഷ് ഇൻ ബിഹൈൻഡ് എനി ആക്ച്വൽ കൗണ്ട് ചെയ്യുക ആൻഡ് സീ വെദർ ഇറ്റ് അഗ്രീസ് വിത്ത് ക്യാഷ് ബുക്ക് ബാലൻസിലേക്കുള്ളത് തന്നെയാണോ എന്നുള്ളത് കൗണ്ട് ചെയ്യാം. സോ നെക്സ്റ്റ് ദ ഓഡിറ്റർ ഷുഡ് എൻഷുർ വെദർ റെസിപ്റ്റ്സ് ബുക്സ് ആർ കെപ്റ്റ് അണ്ടർ പ്രോപ്പർ കൺട്രോൾ. റെസിപ്റ്റ്സ് ബുക്കും ഒക്കെ പ്രോപ്പർ കൺട്രോളിലാണോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഓൾ റെസിപ്റ്റ്സ് ആർ ഇൻ പ്രിൻറ്റഡ് ഫോംസ്. എല്ലാ റെസിപ്റ്റ്സും പ്രിൻറ്റഡ് ഫോമിലാണ് വരിക. Then counterfoil receipts are used to system of carbon copy receipts in use. അതിൻ്റെ ഒരു counterfoil അല്ലെങ്കിൽ carbon copy ക്രിയേറ്റ് ചെയ്യണം. All receipts books and all receipts should be separately and consequently numbered. എല്ലാ റെസിപ്റ്റ് ബുക്കുകളും എല്ലാ പിന്നെ ക്യാഷ് ബുക്കുകളും നമ്മൾ കോൺസിക്വൻസ് ആയിട്ട് നമ്പർ ഇട്ട് വെക്കണം. Particulars are regarded to take amount name. It should be compared with the cash book entries. നമുക്ക് ഏതെങ്കിലും എൻട്രികളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒറിജിനൽ ക്യാഷ് ബുക്ക് നോക്കിയിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാം. ഇഫ് ദർ ആർ സർട്ടൻ എൻട്രീസ് ഇൻ ക്യാഷ് ബുക്ക് ഫോർ വിച്ച് റെസിപ്റ്റ്സ് ഹാവ് നോട്ട് ബീൻ ഇഷ്യൂഡ് ദ ഷുഡ് ബി കെയർഫുള്ളി ചെക്ക്. നമ്മൾ ഓരോ മാസവും നമ്മൾ കെയർഫുള്ളായിട്ട് ചെക്ക് ചെയ്യണം. The unused receipt book should be kept in safe custody with some responsible officials. യൂസ് ചെയ്യാത്ത ക്യാഷ് ബുക്കുകൾ നമ്മൾ വളരെ കൃത്യമായിട്ട് അലമാരയിൽ സൂക്ഷിക്കാം. സേഫ് കസ്റ്റഡി, അതാണ് അലമാര സൂക്ഷിക്കാൻ ഉദ്ദേശിച്ചത്. സേഫ് കസ്റ്റഡി എന്നുള്ളതാണ് കേട്ടോ. സേഫായിട്ട് കസ്റ്റഡിയിൽ വെക്കുക, അതാണ് ഉദ്ദേശിച്ചത്. അലോങ് വിത്ത് ക്യാഷ് റെസിപ്റ്റ് ദ റൂൾ ഫോർ ഗ്യാതറിംഗ് ക്യാഷ് ഡിസ്കൗണ്ട് ഷുഡ് ബി എക്സാമിൻഡ്. അലോങ് വിത്ത് ക്യാഷ് റെസിപ്റ്റിൻ്റെ കൂടെ തന്നെ ദ റൂൾ ഫോർ റിഗാർഡിംഗ് ക്യാഷ് ഡിസ്കൗണ്ട് ഷുഡ് ബി എക്സാമിൻഡ്. ആ റൂളുകളും കൂടി നമ്മൾ എക്സാമിൻ ചെയ്യണം. ഓക്കെ. ഞാൻ നെക്സ്റ്റ് പറയുന്നു, ഇഫ് ദർ ഇസ് എ സിസ്റ്റം അണ്ടർ വിച്ച് എ റെസിപ്റ്റ് അക്കമ്പനീസ് ദ റെസിപ്റ്റ് ഓഫ് ക്യാഷ് സച്ച് എ recipient usually known as delivery note should be properly assigned to before it and returned to the customer. അതിലെന്താ പറയുന്നത്, ഇഫ് ദർ ഇസ് എ സിസ്റ്റം അണ്ടർ വിച്ച് ദ റെസിപ്പിയൻറ്റ് അക്കമ്പനീസ് ടു ദ റെസിപ്റ്റ് ഓഫ് ക്യാഷ്, അതായത് റെസിപ്റ്റ് അക്കമ്പനി ചെയ്യുന്നുണ്ട് റെസിപ്റ്റ് ഓഫ് ക്യാഷിനെ. സച്ച് എ റെസിപ്റ്റ് യൂഷ്വലി നോൺ ആസ്, അത്തരത്തിലുള്ള റെസിപ്റ്റിന് നമ്മൾ പറയുന്നതാണ് ഡെലിവറി നോട്ട് എന്ന്. യൂഷ്വലി നോൺ ആസ് ഡെലിവറി നോട്ട് ഷുഡ് ബി പ്രോപ്പർലി സൈൻഡ് ബിഫോർ ഇറ്റ് ആൻഡ് റിട്ടേൺ ടു ദ കസ്റ്റമർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, വൗച്ചിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പഠിച്ചുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത്യാവശ്യമുണ്ട്. ഈ ഒരു ചാപ്റ്റർ എന്തായാലും എക്സാമിന് ഇല്ല. അതിന് ശേഷം ഞാൻ വൈകുന്നേരം ലിങ്ക് ഇടാം ഏതൊക്കെ ദിവസങ്ങളിലാണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇവിടെ സെക്കൻഡ് മൊഡ്യൂള് ഓഡിറ്റിങ്ങിൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ. അതിൽ നമ്മൾ പറഞ്ഞത് വൗച്ചിങ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഡെഫിനിഷൻസ്, പിന്നെ അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ ടൈപ്സ് ഓഫ് വൗച്ചേഴ്സിൽ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. സെക്കൻഡറിയിൽ വരുന്ന കുറച്ച് പോയിൻറ്റ്സ് ഞാൻ വായിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ എസെൻഷ്യൽസ്, ഒരു കോൺട്രാക്റ്റിൻ്റെ വാലിഡ് എസെൻഷ്യൽ എന്താണെന്ന് പറയാം. അതിൽ കോൺട്രാക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വാലിഡ് വൗച്ചർ എന്നാണ്. ആ വൗച്ചറിൽ ഒരു അതോറിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഓതൻറ്റിസിറ്റി ഉണ്ടായിരിക്കണം, ജെന്യൂനെസ് ഉണ്ടായിരിക്കണം, അക്കൗണ്ട്സിന് ക്യാപിറ്റൽ റിസർവ് സെപ്പറേറ്റ് ചെയ്തിരിക്കണം, ആക്യുറസി കറക്റ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ പേയ്മെൻറ്റ് എക്സീസ് 5,000 ആണെങ്കിൽ ഷുഡ് ഹാവ് എ റവന്യൂ സ്റ്റാമ്പ് ഓഫ് ₹1. ₹1 ഒരു റവന്യൂ സ്റ്റാമ്പും കൂടി അതിൽ ഉണ്ടായിരിക്കണം. സോ ദിസ് ഈസ് അവർ ടുഡേയ്സ് ക്ലാസ്. നിങ്ങൾ വായിച്ചിട്ട് ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് ചുമ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതാക്കി വരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വിചാരിക്കേണ്ട. ഇത്രയാണ് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.